നമസ്കാരം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2014 ജൂൺ മാസത്തിൽ പ്രാരംഭത്തിൽ പല പ്രകാരത്തിലെ ക്ലേശങ്ങളെയും അതിജീവിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. അതായത് കുടുംബപരമായാലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലാണെങ്കിലും വളരെ ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരുമെങ്കിലും മാസത്തിൻ്റെ പകുതി മുതൽ ഇതിനൊരു ലഘൂകരിക്കുവാനുള്ള അവസ്ഥാവിശേഷം വന്നു ചേരുവാനിടയുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. ആത്മനിയന്ത്രണം പല പ്രകാരത്തിലും വേണ്ടതാണ്. കുടുംബാംഗങ്ങളോ ജീവിത പങ്കാളിയോ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ എളിമയോടുകൂടി സ്വീകരിച്ച് അതിജീവിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുന്നത് ഈ അനിഷ്ടാവസ്ഥകളെ അതിജീവിക്കുവാൻ ഏറെക്കുറെ ഉപകരിക്കും. പൊതുവെ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന അഥവാ മാതാപിതാക്കളെ അനുസരിക്കാത്തവർക്ക് അബദ്ധങ്ങളും അപകടങ്ങളും വന്നു ചേരും. മാസത്തിൻ്റെ പകുതി മുതൽ രണ്ടാമത്തെ പകുതിയിൽ ഉദ്യോഗത്തിൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കുമെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. മക്കളുടെ പാഠ്യപദ്ധതിയോടനുബന്ധമായി ഒരു പക്ഷേ അവധിയെടുത്ത് പലപ്പോഴും ദൂരയാത്രകളും ധാരാളം യാത്രകളും വേണ്ടി വരുവാനിടയുണ്ട്. അന്തിമമായിട്ട് അവർക്ക് പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. വാസ്തവ വിരുദ്ധമായിട്ടുള്ള തോന്നലുകളെ അതിജീവിക്കുവാൻ സുതാര്യതയുള്ള സമീപനം വേണ്ടി വരുവാനിടയുണ്ട്. കഫ, നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഒരു പക്ഷേ അനാവശ്യമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകൾ അതിജീവിക്കുവാനായിട്ട് ഈശ്വര പ്രാർത്ഥനകൾ ഏറെക്കുറെ ഉപകരിക്കുവാനും സാധ്യതയുണ്ട്. ചിത്ര നക്ഷത്രക്കാരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്.